ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അറിയാലോ റൂബിക്സ് ക്യൂബിനെ പറ്റി. റൂബിക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 3D മെക്കാനിക്കൽ പസിലാണ്. ഇത് കണ്ടുപിടിച്ചത് എർണോ റൂബിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹംഗേറിയൻ ടീച്ചറാണ്. പുള്ളിക്കാരൻ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പുള്ളി അതിൻ്റെ പേരിൽ ഒരു പേറ്റൻ്റൊക്കെ എടുത്ത് അങ്ങനെ റൂബിക് എന്ന് പറഞ്ഞ പുള്ളിയുടെ പേരിലാണ് ഇപ്പോൾ ഈ പസിൽ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഈ സാധനം ഈ ബ്രാൻഡ് വിറ്റ് അത് പല പല കമ്പനികൾ, കളിപ്പാട്ട കമ്പനികളും വാങ്ങി. ഇപ്പം അത് സ്പിൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കനേഡിയൻ കമ്പനിയുടെ കയ്യിലാണ് ഈ റൂബിക്സ് ക്യൂബിൻ്റെ ഒഫീഷ്യൽ ബ്രാൻഡിങ് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മാജിക് ക്യൂബാണ്. ഇതിനെ പുള്ളി ആദ്യം തന്നെ ഒരു മാജിക് ക്യൂബ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതാണ് റിയൽ മാജിക് ക്യൂബ്. ഇതൊരു റൂബിക് ഫാൻഡം എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്, ഫുള്ളി ബ്ലാക്ക് ആയിട്ട്. ഇതിൽ കമ്പനി അവകാശപ്പെടുന്നത് ഇത് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ആ ടെമ്പറേച്ചർ വെച്ചിട്ട് ഇതിൻ്റെ ഓരോ കളറുകൾ തെളിഞ്ഞു വരും. അതായത് നോർമൽ സൈഡിലിരിക്കുന്ന ആ ക്യൂബിൻ്റെ പോലെ തന്നെ കളറുകൾ തെളിഞ്ഞു വരും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഞാനത്ര പ്രസ് ചെയ്തിട്ടും കയ്യിൽ പിടിച്ചിട്ടും ഒന്നും കളറൊന്നും തെളിഞ്ഞു വരുന്നൊന്നുമില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കളക്ടേഴ്സ്, ഇങ്ങനെ ക്യൂബ് കളക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പല അധികം ക്യൂബുകൾ അവർ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഓരോ വെറൈറ്റി ക്യൂബുകൾ ഇവർ ഇറക്കാറുണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, മേളിലെ ഒഫീഷ്യൽ പേരുണ്ട്. അപ്പോൾ ഈ ടോപ്പ് സൈഡായിരിക്കും വൈറ്റ്. പക്ഷേ ഇത് എന്തായാലും കളറൊന്നും മാറുന്നില്ല. ഞാൻ എന്തായാലും നോക്കട്ടെ. ഇനി ഇത് സോൾവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. അതെന്തായാലും കമ്പനി വെറുതെ പറയത്തില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ നമ്മൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് കളറൊന്നും മാറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ നോക്കിയപ്പം ഇവിടെ വിൻ്ററാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഹീറ്ററുണ്ട്. അപ്പോൾ ഹീറ്ററിൻ്റെ അടുത്ത് വെച്ച് നോക്കിയപ്പോഴത്തേനും ചെറുതായിട്ട് കളർ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാം. അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫാൻഡം റൂബിക്സ് ക്യൂബിൻ്റെ ഫാൻഡം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഹീറ്റർ ഓണാക്കി കേട്ടോ. കുറച്ച് നേരം എടുക്കും, കാരണം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് വോയിസ് ഓവർ കൊടുത്തതാണ്. കാരണം ഇത് കുറേ സമയം എടുത്തിട്ടാണ് ഇതിന് കളർ ചേഞ്ച് ആവുന്നത്. ഫിംഗർ പ്രിൻ്റ് കൊണ്ടൊന്നും കളർ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനത് സോൾവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ വന്നു തുടങ്ങി, എല്ലാ കളറും വരുന്നുണ്ട്. സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു സൈഡ് എന്തായാലും ക്ലിയറായി. നമ്മുടെ വൈറ്റ് പോർഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ബ്രാൻഡ് നെയിമും വൈറ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി കളറുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പടപടിയിൽ നിന്ന് സോൾവ് ചെയ്യാം. ഞാൻ അത്ര ഫാസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഇത് ചെയ്യുന്നത്. ഞാൻ എക്സ്പെർട്ടൊന്നുമല്ല, പയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇത്ര വലിയൊരു ലോങ് വീഡിയോ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ സോൾവ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡ് അങ്ങ് കൂട്ടിട്ട് ആ കളർ ചേഞ്ച് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മാജിക്. അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇപ്പം ക്യൂബ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ കുറേ അധികം ക്യൂബുകളുണ്ട്. ഞാൻ എല്ലാ ക്യൂബുകളും പയ്യെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. റൂബിക്കിൻ്റെ എല്ലാ ബ്രാൻഡഡ് ക്യൂബുകൾ, കളക്ടേഴ്സിൻ്റെ നല്ല ക്യൂബാണ്, ക്യൂബ് കളക്ഷൻസാണ്. അതൊരു ആക്കണം. സോൾവ് ചെയ്തു. അപ്പം കണ്ടോ, എല്ലാം സെയിം കളറാണ്. എല്ലാ കളറും അവരുടെ ബ്രാൻഡിങ് കളറുകളാണ്. അതെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഇനി ഞാൻ ഇതിനെ ബാക്ക് ടു ഇത് പുറകെ തിരിച്ചത് ബ്ലാക്ക് ആകുന്നതും കൂടെ കാണിച്ചു തരാം. പക്ഷെ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ ബ്ലാക്ക് തിരിച്ചു വന്നത്. ഈ തണുപ്പായതുകൊണ്ടാണോ എന്നറിയത്തില്ല. അല്ല, ഇത്രയും ചൂടായിട്ടിരുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും കുറേ സമയം എടുത്തിട്ടാണ് അത് ബ്ലാക്ക് വീണ്ടും ആവുന്നത്. അപ്പം ഞാൻ ടൈം ലാപ്പ് കളയുന്നില്ല. പെട്ടെന്ന് ഫാസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇച്ചിരി നല്ലൊരു മാജിക് ആണ് കേട്ടോ സത്യം. ഇവരുടെ ഈ ക്യൂബ് അപ്പോൾ ഇങ്ങനെ ഈ മാജിക് ക്യൂബുകൾ കുറേ ഉണ്ട് ഇവർക്ക്. പല വെറൈറ്റി ക്യൂബുകൾ, ഈ മാഗ്നറ്റിക് ഫംഗ്ഷൻ, കളർ ലൈറ്റ്, പിന്നെ ആനിവേഴ്സറി എഡിഷൻ, ഫുള്ളി റീസൈക്കിൾ പ്ലാസ്റ്റിക് എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം വെറൈറ്റി ഉണ്ട്. കളക്റ്റബിൾ എഡിഷൻസ് കുറേ അധികം ഉണ്ട്. കുറേ നേരമായി ഇങ്ങനെ ഇരിക്കുന്നു. ഇതുവരെ കളർ അങ്ങനെ മാറിയിട്ടില്ല. എന്തായാലും മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പയ്യെ ബ്ലാക്കായി വരുന്നുണ്ട്. ടൈം ലാപ്പ് നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും ആവുന്നില്ല. ഏകദേശം ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ രണ്ടാമത് വോയിസ് കൊടുത്തു. കാരണം ഇതിൻ്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് സമയം അങ്ങനെ ഇതായി പോകും. ഫുള്ള് ബ്ലാക്ക് ആകുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ രണ്ട് ഇങ്ങനെ ഇരുന്നതാണ്. നല്ല ഒരുപോലെ ഇരുന്ന സെയിം ക്യൂബ് സെയിം ഡയറക്ഷനിൽ വെച്ചിരുന്ന പഴയ അതിൻ്റെ ബ്ലാക്ക് പൊസിഷനിലേക്ക് തിരിച്ചു വന്നതാണ്. ഇതുപോലെ ഒരുപാട് കളക്റ്റബിൾ ക്യൂബ്സ് ഇവരിറക്കുന്നുണ്ട് റൂബിക്സിൻ്റെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ക്യൂബുകളും നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതുണ്ട്, ഫുൾ ബ്ലാക്കായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ,
എല്ലാവർക്കും.